ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് 360 ഡിഗ്രിയിലുള്ളൊരു വീഡിയോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതും 360 ഡിഗ്രി ഒരു ഫോട്ടോ ഉപയോഗിച്ച്. അപ്പോൾ 360 ഡിഗ്രി ഫോട്ടോ എങ്ങനെ എടുക്കാം എന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ സബ്സ്ക്രിപ്ഷൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബാറിൽ അത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഫോട്ടോ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള വീഡിയോ ഒന്ന് കാണുക. കണ്ടതിന് ശേഷം ആ എടുത്ത ഫോട്ടോനെ നിങ്ങൾക്കൊരു 360 വീഡിയോ ആക്കി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ 360 വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് 360 ഡിഗ്രിയിലുള്ള ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഒരു 360 വീഡിയോ ആദ്യം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെയുണ്ട് 360 ഫോട്ടോ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതും ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, 360 ഫോട്ടോ ഉപയോഗിച്ച് അത് 360 വീഡിയോ ആക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 360 ഡിഗ്രിയിലുള്ളൊരു ഫോട്ടോയെ നമുക്കൊരു 360 ഡിഗ്രിയിലുള്ളൊരു വീഡിയോ ആക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു 360 ഡിഗ്രി വീഡിയോ ഫോർമാറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സോണി വെഗാസ് പ്രോ 14 ആണ്. അതിനായി നമുക്ക് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫയലിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന പോലെ 4096 2048. അതുപോലെ ഇതിൻ്റെ ഫ്രെയിം റേറ്റ് 24 ഫിലിം എന്നുള്ളൊരു ഫ്രെയിം റേറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 360 ഫോട്ടോ ആണ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇതിലൊരു പനോരമിക് ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ ഞാൻ ഇതിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് നേരത്തേക്കുള്ളൂ. നമുക്ക് ഇതിനെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 13 സെക്കൻഡ് നേരത്തേക്ക് ഇവിടെ ഞാനിതൊരു 13 സെക്കൻഡ് ലെങ്ത് ഉള്ളൊരു ഫോട്ടോയായിട്ട് ഇതിനെ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ ഓഡിയോ ട്രാക്കോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിതിലൊരു ഓഡിയോ ട്രാക്ക് ആഡ് ചെയ്യാം. ഓഡിയോ ട്രാക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പിക്ചർ എങ്ങനെ ആഡ് ചെയ്തോ അതേപോലെ തന്നെ ഒരു സൗണ്ട് ഫയലും ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു സൗണ്ട് ഫയൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് 360 ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. ഇത് 360 ആയിട്ട് കാണണമെങ്കിൽ ഇനി ഈ പ്രൊജക്റ്റിനെ നമുക്കൊരു വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് ഫയലിൽ ഇവിടെ റെൻഡർ ആസ് എന്നുണ്ട്. റെൻഡർ ആസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു.
റെൻഡർ ആസിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് HD 1080p എന്നുള്ളതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് കസ്റ്റമൈസ് ടെംപ്ലേറ്റ് ഉണ്ട്. കസ്റ്റമൈസ് ടെംപ്ലേറ്റിൽ ഫ്രെയിം റേറ്റ് 24 കൊടുക്കുന്നു. നമുക്ക് കസ്റ്റം ഫ്രെയിം സൈസാണ് കൊടുക്കേണ്ടത്. കസ്റ്റം ഫ്രെയിം സൈസ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 4096:2048 ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇൻ്റർനെറ്റ് HD 1080p എന്നതിലാണ് നമ്മളതിനെ റെൻഡർ ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഈ ചെയ്ത ഫോട്ടോയിനെ ഒരു വീഡിയോ ആക്കി ഇത് കൺവേർട്ട് ചെയ്യുകയാണ്. അതിന് നമുക്കിപ്പോൾ അപ്രോക്സിമേറ്റ് ടൈം വേണ്ടത് 3 മിനിറ്റ് 47 സെക്കൻഡാണ്. നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ റെൻഡർ ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇനിയിപ്പോൾ ഒരു മിനിറ്റ് കൂടി ആ സമയം എടുക്കുന്നുണ്ട്. ആ ഒരു 13 സെക്കൻഡുള്ളൊരു വീഡിയോ നമ്മൾ, കാരണം അതിൻ്റെ ഫയൽ സൈസ് എന്നുള്ളത് 4096:2048 എന്ന 4K റെസൊല്യൂഷനിലാണ് നമ്മൾ ആ ഇമേജിനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അത് ടൈം കൂടുതലെടുക്കുന്നത്. ചെറിയൊരു ഫയൽ സൈസാണെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു 4K സൈസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആ 4K സൈസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി ആ വീഡിയോ നമുക്ക് 360 വീഡിയോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു 38 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ റെൻഡർ ചെയ്ത വീഡിയോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ അൺടൈറ്റിൽ എന്ന പേരിലാണ് ആ വീഡിയോ. നമുക്കിതിനെ ഒന്ന് ഈ 360.test എന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ആ 360 ഫോട്ടോയിനെ വീഡിയോ ആക്കിയത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് അതിനെ വീഡിയോ രീതിയിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് മാത്രം അതൊരു 360 വീഡിയോ ആകില്ല. അപ്പോൾ 360 വീഡിയോ ആകുന്നതിന് വേണ്ടി 360.video.metadata എന്നൊരു ഫയലുണ്ട്. അതിൽ നമ്മൾ മെറ്റാഡാറ്റ ആഡ് ചെയ്താൽ മാത്രമേ അതൊരു 360 ഡിഗ്രി വീഡിയോ ആകുകയുള്ളൂ. അപ്പോൾ ഇനി 360 അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ സിപ്പ് ഫയലിനെ നമ്മളിവിടെ എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു ഫയൽ വരും, സബ്റ്റൽ മീഡിയ മെറ്റാഡാറ്റ എന്നുള്ളത്. ഈ ഫയൽ നമ്മൾ റൺ ചെയ്യുക. റൺ ചെയ്യാനായിട്ട് അല്പം സമയമെടുക്കും. ഓക്കെ, നമ്മളിവിടെ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ വീഡിയോ നമ്മളിവിടെ അതിൽ ഓപ്പൺ ചെയ്യുന്നു. മൈ വീഡിയോ ഈസ് സ്പെറിക്കൽ 360. ഈ 360 എന്നുള്ളത് നമ്മൾ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം ഇൻജെക്റ്റ് മെറ്റാഡാറ്റ. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ കാണാം ഫയൽ നെയിം 360 ടെറ്റ് ഇൻജെക്റ്റഡ് എന്ന് കാണാം. നമ്മൾ ആ ഫയലിന് സേവ് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുള്ളി സേവ്ഡ് ഫയൽ ടു 360 ടെക് ഇൻജെക്റ്റഡ് .mp4 എന്നുള്ള ഫോർമാറ്റിൽ ആ ഫയൽ സേവ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഈ ഫയലാണ് നമ്മളിപ്പോൾ മെറ്റാഡാറ്റ യൂസ് ചെയ്തൊരു ഫയൽ. ഈ ഫയലിനെ നമുക്കൊരു 360 ആയിട്ട് കാണണമെങ്കിൽ ക്യാം പ്ലെയർ ഉപയോഗിച്ചു ഇവിടെ VR എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോനെ 360 വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ഓഡിയോ ഫയലും ഉണ്ട്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഈ ഫയൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും അതൊരു 360 വീഡിയോ ആണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് 360 വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Let it go, let my body go. Make our bodies higher and higher.